എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഇത്തിരി പിണങ്ങിയിരിക്കുകയാണ് ഇപ്പം ഈ സംഭവത്തിന് ശേഷം. സർക്കാർ ജോലി കിനാവ് കാണാത്ത കേരളീയരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ PSC വഴിയോ ഒരു ജോലി, PSC വഴി കിട്ടിയില്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയെങ്കിലും എങ്ങനെയെങ്കിലും 6 മാസമെങ്കിൽ 6 മാസം സർക്കാരിൻ്റെ ശമ്പളം പറ്റുക എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമായി കാണുന്ന പല ആളുകളുമുണ്ട്. അങ്ങനെ പരവൂർ സ്വദേശിയായ ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ബിജു ബാഹുലേയൻ എന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം പല ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. നന്നായി ജോലി ചെയ്യും. 6 മാസത്തെ കാലാവധിക്കാണല്ലോ ജോലി കിട്ടുന്നു, മാറുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തേവള്ളിയിലുള്ള ഓഫീസിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡറായി ജോലി ലഭിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി 2023 ഒക്ടോബർ പകുതിയോടുകൂടി അദ്ദേഹം ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളുണ്ട്, EV ഉണ്ട്. ആ വണ്ടിയിൽ അവിടുത്തെ മെമ്പർ സെക്രട്ടറി പ്രിയ ജയസേനനെ പിക്ക് ചെയ്യണം. പാലത്തറ NS ആശുപത്രിയുടെ ഓപ്പോസിറ്റാണ് ഈ മെമ്പർ സെക്രട്ടറിയുടെ വീട്. ഇവരെ പിക്ക് ചെയ്യണം, പിന്നീട് ഡ്രോപ്പ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഓഫീസ് കാര്യമുണ്ടെങ്കിൽ പോകണം. അങ്ങനെ 1-2 തവണ അദ്ദേഹം ആലുവയ്ക്ക് ഒരു തവണ പോയി, 1-2 തവണ മൺറോത്തുരുത്തിലേക്ക് ഈ ഓഫീസ് കാറിൽ മാഡത്തെയും കൊണ്ട് യാത്ര ചെയ്തു. അങ്ങനെ നോക്കുകയാണ് 1-2 തവണയാണ് ഈ പിക്കപ്പ് ഡ്രോപ്പ് ഒഴികെ മറ്റ് ജോലികൾ ചെയ്തിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഈ പ്രിയ ജയസൻ അവരോട് പറഞ്ഞു, ഈ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ ലോഗ് ബുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു വെള്ള കടലാസിൽ ലോഗ് എഴുതി വെച്ചാൽ മതി. അത് ശരിയാണെന്ന് ഇദ്ദേഹത്തിനും തോന്നി. കാരണം താൽക്കാലികാടിസ്ഥാനത്തിൽ വരുന്ന ആളുകൾ ലോഗ് ബുക്ക് കൈകാര്യം ചെയ്യുന്ന കീഴ്വഴക്കം സർക്കാർ സർവീസിലില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വരുന്ന ആളുകൾ 6 മാസത്തേക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായ മെമ്പർ സെക്രട്ടറി പറയുന്നത് പോലെ അവിടെയുള്ള ഓഫീസിലെ ഏതെങ്കിലും അധോമണ്ഡല ഗുമസ്തനോ അല്ലെങ്കിൽ ഉപമണ്ഡല ഗുമസ്തനോ, അതായത് UD ക്ലാർക്കോ LD ക്ലാർക്കോ ഇത് ചെയ്താൽ മതിയാകുമെന്ന് ബിജുവിനും അറിയാം. ബിജു അതുകൊണ്ട് അതിനകത്ത് സംശയമൊന്നും തോന്നിയില്ല. എന്നാൽ 1.5 മാസം കഴിഞ്ഞു, നവംബർ ആകുമ്പോഴേക്കും ബിജു യാദൃച്ഛിക ഈ ലോഗ് ബുക്ക് കാണാൻ ഇടയായി. ലോഗ് ബുക്ക് കണ്ടപ്പോൾ ബിജു ആകെ ഞെട്ടിപ്പോയി. ബിജു എന്താണ്, പാവം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. CPMന് മുദ്രാവാക്യമൊക്കെ വിളിച്ചു നടന്ന ചെറുപ്പക്കാരനായതുകൊണ്ട് ഇദ്ദേഹത്തിനുള്ളിലെ സത്യസന്ധൻ അങ്ങ് ഉണർന്നു, കമ്മ്യൂണിസ്റ്റുകാരൻ ഉണർന്നു. അതിനുശേഷം സംഭവിച്ചത് ബിജു പറയുന്നത് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ബിജുവിനെ കണ്ടിരുന്നു, നേരിട്ട് സംസാരിച്ചിരുന്നു. ബിജു പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ ഒക്ടോബർ മാസം 4-ാം തീയതി ജോലിക്ക് കയറിയതാണ്. എംപ്ലോയ്മെൻറ്റുമൊക്കെ താൽക്കാലികമായിട്ട് 1.5 മാസം വരെ എനിക്കവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാര്യം എൻ്റെ അടുത്ത് വണ്ടിയുടെ ലോഗ് ബുക്കൊന്നും എന്നെ കാണിച്ചിട്ടൊന്നുമില്ലായിരുന്നു. രാവിലെ ഞാൻ മാഡത്തെ വിളിക്കാനായിട്ട് ഓഫീസിൽ വന്നിട്ട് വണ്ടിയെടുത്ത് പാലത്തറയുള്ള മാഡത്തിൻ്റെ വീട്ടിൽ വണ്ടി കൊണ്ടുപോയിട്ട് മാഡത്തെ വിളിച്ച് തിരിച്ച് ഓഫീസിൽ കൊണ്ടുവരികയും വൈകിട്ട് കൊണ്ടാക്കുകയായിരുന്നു എൻ്റെ സ്ഥിരമായിട്ടുള്ള ജോലി. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു കൂടുതൽ ആ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, എന്താണ് മാഡം ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു, HODക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1.5 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ലോഗ് ബുക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. കാര്യം ഞാൻ ആ 1.5 മാസം വർക്ക് ചെയ്തതുമായിട്ട് യാതൊരു ബന്ധവും ആ ലോഗ് ബുക്കിനില്ല. അതാണ് അതിലത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. അങ്ങനെ ഞാൻ തിരക്കി, മാഡം എന്താണ് HODക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോഗ് ബുക്കിൽ അത് കൊള്ളിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഇതാണ് ഞാൻ ചെയ്ത തെറ്റതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, കണ്ണി കണ്ട പട്ടികളും പൂച്ചകളൊന്നും എന്നെ ഭരിക്കാനൊന്നും വരണ്ട, പുറത്തിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ അത് എന്നിട്ട് അന്വേഷിച്ചു എന്താണ് മാഡം ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോഴത്തേക്ക് എന്നെ വളരെ മോശമായിട്ടാണ്, ഒരുപാട് മോശമായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് അങ്ങനെ തോന്നി. കാര്യം അവരുടെ ആ വാക്കിൽ നിന്നാണ് എനിക്ക് വ്യക്തമാണ്. കണ്ണി കണ്ട പട്ടികൾ പൂച്ചകൾ എന്ന് പറഞ്ഞത് പട്ടി എന്ന് വെച്ചത് എൻ്റെ ആ ഒരു വാക്കിനെയാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടകരമായി പോയ വാക്ക്. മനുഷ്യനാണ്, അങ്ങനെയൊക്കെ ജാതിയൊന്നും വിളിച്ചു കേട്ട കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് ജാതിയൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ആ സഭയിൽ അത്രയും ആ ഓഫീസിൽ തുച്ഛമായ സ്റ്റാഫുകളെ ഉണ്ടായിരുന്നു. 4-5 സ്റ്റാഫുകളെ ഉള്ളൂ, പെർമനൻറ്റ് സ്റ്റാഫുകളായിട്ട് 4 പേര്. ബാക്കിയുള്ള എല്ലാവരും ഡെയിലി ബേസിലാണ്. അവരെ മുന്നേ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത്. അതിലൊരു വിഷമമുണ്ട് എനിക്ക്, അങ്ങനെ പട്ടിയും പൂച്ചയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. ഞാൻ ആ പരാതിയിൽ അത് വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതിനകത്ത് വിജിലൻസിന് കൊടുത്ത പരാതിയിൽ ഞാൻ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇത് ഒന്നാമത്തെ കാര്യം, ലോഗ് ബുക്കിലെ ക്രമക്കേട്. ലോഗ് ബുക്കിൽ ക്രമക്കേട് കണ്ടപ്പോൾ പാവം ബിജു അകത്ത് കയറി മാഡത്തോട് ചോദിച്ചു, മാഡം ഈ ലോഗ് ബുക്കിൽ എഴുതിയിരിക്കുന്നതൊന്നും നമ്മൾ പോയ ഇടങ്ങളല്ലല്ലോ. അപ്പോൾ അവർ ഉടനെ, കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും പറയാൻ അവസരമില്ല, ഇറങ്ങിപ്പോകൂ കേബിനിൽ നിന്ന്. ഇത് ജാതിപരമായ ഒരു അധിക്ഷേപമായി പോയി. കാരണം അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആൾ. എന്നിട്ട് അദ്ദേഹത്തിന് അന്ന് ജോലി ചെയ്യാൻ അവസരം കൊടുത്തില്ല, പിറ്റേ ദിവസവും കൊടുത്തില്ല. പിന്നെ പറയുന്നു, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന അറിയിപ്പാണ് ലഭിക്കുന്നത്. ഇതറിഞ്ഞ് വിഷണ്ണനായി
ഇദ്ദേഹം എംപ്ലോയ്മെൻറ്റ് ഓഫീസിലെത്തി. അവിടെ ഓഫീസറോട് കാര്യം പറഞ്ഞിരിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഉടനെ ഈ പ്രിയ ജയസേനനെ വിളിക്കുന്നു. എന്താണ് കാര്യം സംഭവിച്ചത്? നിങ്ങൾ ഇവിടെ അറിയിപ്പൊന്നും തന്നിട്ടില്ലല്ലോ, നിങ്ങൾക്കങ്ങനെ ആളുകളെ ടെർമിനേറ്റ് ചെയ്യാൻ അധികാരമില്ലല്ലോ. അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്. ബിജുവിൻ്റെ കുടുംബജീവിതം വരെ തകർന്നു പോയി ആ ഒരു ആരോപണത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ ബിജു ഏതോ യുവതിയെ ഈ കാറിനുള്ളിൽ വെച്ച് എന്തോ അസന്മാർഗിക സംഭവം ആരോ കണ്ടു എന്നാണ് ആരോപണം. പാവമ്മ ബിജു പറയുന്നത് കേൾക്കൂ. അദ്ദേഹം കണ്ണീരോടുകൂടിയാണ് സ്വന്തം കുടുംബജീവിതം തകർന്ന അവസ്ഥ വിവരിക്കുന്നത്. മാനസിക പീഡനം എന്ന് വെച്ചാൽ ഭയങ്കരമായ മാനസിക പീഡനം വരുന്നു. എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് കറക്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഈ വിജിലൻസിൻ്റെ വിധി വന്നതിന് ശേഷമാണ് ഇത്രയെങ്കിലും അവർക്കും കൂടെ ബോധ്യപ്പെട്ടത്. എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഇത്തിരി പിണങ്ങിയിരിക്കുകയാണ് ഇപ്പം ഈ സംഭവത്തിന് ശേഷം. ഇതും നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. അവസാനം ബിജു വിജിലൻസിൽ പരാതി കൊടുത്തു. വിജിലൻസ് സംഭവങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു, ഒരുപാട് ഓടി. ഇപ്പോൾ 2023 നവംബറിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ 2025 ജൂലൈ മാസമാകുന്നു. അപ്പോഴാണ് വാർത്തയൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ അന്വേഷണത്തിൻ്റെ പുറകെയായിരുന്നു. ഞാൻ ഈ വച്ചിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ മുഖാന്തരം വിവരാവകാശ നിയമം അനുസരിച്ച് ബിജു ബാഹുലേയൻ കരസ്ഥമാക്കിയ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ്. വിജിലൻസ് ഇതിൽ ബിജു പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്, പരാതിയെക്കുറിച്ച് അന്വേഷിച്ചു, മൊഴിയെടുത്തു. ഈ പറയുന്ന പ്രിയ ജയസേനൻ എന്ന് പറയുന്ന മെമ്പർ സെക്രട്ടറി പറയുന്നത് 100% കള്ളമാണെന്ന് വിജിലൻസ് തെളിയിച്ചു. വിജിലൻസ് തെളിയിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നുമല്ല ഒരു മെമ്പർ സെക്രട്ടറി പെരുമാറേണ്ടത്, ലോഗ് ബുക്ക് കൃത്യമായി സൂക്ഷിക്കണം, ഇത് സർക്കാർ സർവീസാണ്, ഇത്രയും ഉന്നത അധികാരമുള്ള കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത് എന്ന് വിജിലൻസ് പറയുന്നു. ഇവരെ താക്കീത് ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നു. കാരണം ഒരു ജീവനക്കാരൻ്റെ, ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്ക് കയറിയ ബിജു ബാഹുലേയൻ എന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബജീവിതം വരെ തകർത്ത ഇമാതിരിയുള്ള ഏർപ്പാട് പാടില്ല എന്ന തരത്തിൽ വിജിലൻസിൻ്റെ ഫൈൻഡിങ്സും വന്നു. പക്ഷേ ഇപ്പോഴും ഈ പ്രിയ ജയസേനൻ ആ കസേരയിൽ തന്നെ ഇരിപ്പുണ്ട്. അതിനെക്കുറിച്ച് ബിജു പറയുന്നത് ചിലപ്പോൾ പാർട്ടിയിലെ ഉന്നത ബന്ധങ്ങളാകാം, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഏത് പാർട്ടിക്കാരാണ് ചെവിക്കൊള്ളുക എന്നാണ് ബിജു പറയുന്നത് തന്നെ കേൾക്കാം. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് അമിത വാക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച ഫിഷറീസ് ഡയറക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞ അതിൻ്റെ ഹിയറിംഗ് വീണ്ടും നടക്കുകയാണ്. അന്വേഷണം കഴിഞ്ഞുവെങ്കിൽ പോലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുത്തെ നിരന്തരമായിട്ട് ആ ഓഫീസിൽ നിന്ന് ആ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കാര്യം എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാനിപ്പോൾ ഈ 2 വർഷമായിട്ട് ഈ ഓഫീസിൽ നിരന്തരമായിട്ട് കയറി ഇറങ്ങിയാണ് ഈ കേസിന് ഇങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കൊണ്ട് എത്തിച്ചേക്കുന്നത്. പക്ഷേ അത് നടപടിക്രമങ്ങളോട് മുമ്പോട്ട് പോകുന്നില്ല. ഓരോ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതുവരെയായിട്ടും മെമ്പർ സെക്രട്ടറി ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയാണ്. കേട്ടല്ലോ, ഇതാണ് വാസ്തവം. ഇതാണ് ഒരു സാധാരണ ചെറുപ്പക്കാരൻ. 730 രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിദിന വരുമാനം. ഞാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. കാരണം നീതിയിൽ എനിക്ക് ലഭിക്കണം. കാരണം ഞാൻ ചെയ്യാത്ത തെറ്റിൽ എന്നെ അടിച്ചേൽപ്പിച്ചേക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് 2 വിഷയങ്ങളും എനിക്ക് പ്രശ്നങ്ങളല്ല. പക്ഷേ ഒരു സ്ത്രീ വിഷയമായിട്ടാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഒരു സ്ത്രീക്ക് അവനെ അടിച്ചമർത്താൻ പറ്റുന്നൊരു വാക്കാണ് സ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ. അതിലാണ് അവരുടെ ആ ഒരു ഇത് കണ്ടത്. പക്ഷേ അത്രയും വലിയൊരു പോസ്റ്റ് ഇരുന്നൊരു ഉദ്യോഗസ്ഥ മേഡം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഒരു മകനുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ആ പയ്യനാണ് ഇത് അവസ്ഥ വന്നിരുന്നുണ്ടെങ്കിലും. ഞാൻ സാധാരണ 6 മാസത്തേക്ക് ജോലിക്ക് വരുന്നൊരു വ്യക്തിയാണ്. ഡെയിലി 730 രൂപയുടെ ശമ്പളം. അത് ജോലിക്ക് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. സെക്രട്ടറി സൺഡേ അതിന് പണിയില്ല. ഡ്രൈവർ ഓഫീസ് അറ്റൻഡും കൂടിയാണ്. ഡ്രൈവർ മാത്രമേ പറഞ്ഞാൽ ഡ്രൈവർ പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യണം. അതാണ്. പരവൂരിൽ നിന്ന് തേവള്ളി വരെ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അതുവരെ യാത്ര ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവാകുമെന്ന് നമുക്കറിയാം. രാവിലെ ഒരു മാഡത്തെ ഓഫീസ് സമയത്ത് പിക്ക് ചെയ്യണമെങ്കിൽ ഇയാൾ എത്ര സമയം മുന്നേ ഓഫീസിലെത്തണം? അവിടെ നിന്ന് കാർ എടുത്ത് പാലത്തറ എത്തി. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. ഇപ്പോഴും നല്ല 2023 റോഡ് പണിയൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ, ബ്ലോക്കിനിടയിൽ കൃത്യസമയത്ത് അവിടെ എത്തി, അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്ത് തിരികെ കൊണ്ടാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പണി എപ്പോഴാണോ കഴിയുന്നത് അതിനുശേഷം തിരിച്ച് പരവൂരിലെ വീട്ടിൽ വരണം. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൊസ്രാക്കൊള്ളി അദ്ദേഹത്തിന് വച്ചു കൊടുത്തത് പ്രിയ ജയസേനൻ. കാര്യം ഞാൻ ഇതിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. കാരണം ഈ ഓഫീസിൽ നടക്കുന്നത് ഭയങ്കരമായ ഒരു അഴിമതിയാണ്. അത് നേരിൽ കാണാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ അതിനെക്കുറിച്ച് വിമർശിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാന്ന് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിന്? എനിക്ക് 6 മാസത്തേക്കുള്ള ജോലിയാണ്, ഞാനത് ചെയ്യാൻ തയ്യാറാണ്, ഞാനത് വെള്ള പേപ്പർ എഴുതി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയതുകൊണ്ട് പിന്നീടാണ് ഇങ്ങനെ എന്നെ ടെർമിനേറ്റ് ചെയ്തായിട്ട് ഞാനറിഞ്ഞത് എംപ്ലോയ്മെൻറ്റ് ഓഫീസറുടെ ക്യാബിലിരിക്കുമ്പോഴാണ് എന്നെ ടെർമിനേറ്റ് ആയിട്ട് ഞാൻ അറിയുന്നത് തന്നെ. എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ബിജു ടെർമിനേറ്റ് ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഓഫീസർ തന്നെ മാഡത്തെ അങ്ങോട്ട് ഡയറക്റ്റ് വിളിക്കുകയാണ് ചെയ്തത്, എന്താണ് കാര്യമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഇങ്ങനെ സ്ത്രീ വിഷയമായിട്ടുള്ള വിഷയമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അപ്പോഴാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോഴാണ് ഞാനത് കാണുന്നത് തന്നെ. ഇമാതിരിയുള്ള ആളുകളെ സംരക്ഷിക്കുക വഴി സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ഇമാതിരി ഉള്ള ഉന്നത
കുലജാതരെ സംരക്ഷിക്കലാണോ ഇടത് സർക്കാരിൻ്റെ നയമെന്ന് ഇനിയും പാവം ബിജു ബാഹുലേനൊന്നും തിരിച്ചറിഞ്ഞിട്ടുമില്ല. ഏതായാലും വിജിലൻസ് റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജു. എപ്പോഴും താഴെ തട്ടിലുള്ള ആൾക്കാരുടെ കൂടെ ആരും ഉണ്ടാവത്തില്ലെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഞാനൊരു പാർട്ടി പ്രവർത്തനമാണ്, അത് പറഞ്ഞെങ്കിൽ മടിയൊന്നുമില്ല. പക്ഷേ പാർട്ടി പ്രവർത്തനം ഉണ്ടായാലും സത്യസന്ധമായിട്ട് പാർട്ടി പ്രവർത്തനം ചെയ്തിട്ട് കാര്യമില്ല. ഇതേപോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്നവരുടെ കൂടെ എപ്പോഴും പാർട്ടി ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് എംപ്ലോയ്മെൻറ്റ് മുഖേന കിട്ടുന്ന സർക്കാർ ഒരു ജോലി എന്നുള്ള ആ രീതിയിൽ ഞാൻ അതിനെ നല്ല ബഹുമാനത്തോടെ കാണുകയാണ്. ശമ്പളത്തിന് മാത്രമല്ല, നമുക്കൊരു ഞാൻ എന്നിട്ട് PSCയിൽ ഒരുപാട് റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആഗ്രഹം കൊണ്ടാണ് പോണത്. ശമ്പളം കുറവാണെങ്കിൽ പോലും ആ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും ഒരു സർക്കാർ സർവീസിൽ നിൽക്കുന്നുള്ള ഒരു അഭിമാനമുള്ളതുകൊണ്ടാണ് ആ വർക്കിന് ഏറ്റെടുക്കാൻ തയ്യാറത്. ഇതിനു മുമ്പ് ഞാൻ എംപ്ലോയ്മെൻറ്റ് പോലെ പല ജോലിക്കും പോയിട്ടുണ്ട്. ഫിലിം ഡെവലപ്മെൻറ്റ് പ്രൊഫഷനായിരുന്നു കൂടുതൽ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഡ്രൈവർ പോസ്റ്റിൽ എനിക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് അത് പോയത്. എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് ഞാൻ പോയിരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ബിജുവിൻ്റെ കുടുംബത്തിന് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. വിജിലൻസ് റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം എടുത്ത് ഭാര്യയെ കൊണ്ട് കാണിച്ചു. ഇതൊന്ന് വായിച്ചു നോക്ക്, അന്വേഷണ റിപ്പോർട്ടാണ്. അപ്പോൾ അതിനകത്തെല്ലാം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് കുടുംബത്തിൽ ഒരല്പം സമാധാനം തിരികെ കിട്ടിത്തുടങ്ങിയതെന്ന് ബിജു പറയുന്നു. തീർച്ചയായും ഇങ്ങനെ ഒരാളെ, പ്രത്യേകിച്ച് ഈ ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകളെ അടച്ചാക്ഷേപിക്കാൻ ആർക്കും ആരും നൽകിയിട്ടില്ല. എല്ലാവരും മനുഷ്യരല്ലേ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചെങ്കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് വരുന്ന ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും ഇവിടെ ഇടമില്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് തീരെ തരംതാണ ഏർപ്പാടായിപ്പോയെന്ന് തിരിച്ചറിയാനുള്ള ശക്തി ഇനിയെങ്കിലും ഫിഷറീസ് വകുപ്പിന്, CPI ആണ്, കുറച്ചുകൂടി കടുത്ത കമ്മ്യൂണിസ്റ്റാണ്, CPI ആണ് വകുപ്പ് ഭരിക്കുന്നത്, ചിഞ്ചുറാണി മാഡമാണ് മന്ത്രി. ഇത് കാണുമെങ്കിൽ കൃത്യമായ നടപടി, അച്ചടക്ക നടപടി ഈ ഉന്നത അധികാരത്തിലിരിക്കുന്ന ആൾക്കെതിരെ, മെമ്പർ സെക്രട്ടറിക്കെതിരെ ഉണ്ടാകുമെന്ന് ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാം.